ഒരു 400 സംതിങ്ങിന് എന്തുകൊണ്ടും വേർത്താണ്. നിങ്ങൾ പെട്ടെന്ന് തന്നെ പോയിട്ട് വാങ്ങിച്ചോ, കണ്ണ് പൂട്ടി വാങ്ങിച്ചോ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടം. അടുത്തത് ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മൾ ആ ഒരു പാൻറ്റാണ് കേട്ടോ. നമ്മൾ മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ള നല്ല ടോപ്പ് ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഒരു പാൻറ്റാണ്. അസ്സലാമു വെൽക്കം ബാക്ക് ടു ഷാനാസ് വ്ലോഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ഞാനും അൽഹംദുലില്ലാഹ് സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് മീഷോ എന്നുള്ള കുറച്ച് അടിപൊളിയായിട്ടുള്ള ഡ്രസ്സസ് ആണ് ഇന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. കുറച്ച് ഡ്രസ്സസുകൾ വരുന്നുണ്ട്, അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടുള്ള വർത്തായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള, നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാനുള്ള രീതിയിലുള്ള കുറച്ച് അടിപൊളി ഡ്രസ്സുകളാണ് ഇന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഡ്രസ്സസ് എന്ന് പറയുമ്പം അതിൽ സെറ്റ്സും വരുന്നുണ്ട്, അല്ലാതെ വരുന്ന നമ്മളെ നീ ലെങ്ത്തിൽ വരുന്ന നമുക്ക് ക്യാഷ്വലായിട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ടോപ്സും അതും അതേപോലെ ബോട്ടംസും എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. പിന്നെ ആക്സസറീസ് അങ്ങനെ ബാഗ്, ഫുഡ് വെയർസ് അങ്ങനെയൊന്നും വരുന്നില്ല. ടോട്ടൽ ഫുൾ എല്ലാം നമ്മൾ കാണിക്കുന്നത് ഈ ഒരു ഡ്രസ്സുകൾ മാത്രമാണ് നമ്മൾ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യുക. എന്നാലേ ഞാൻ എപ്പോൾ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുള്ളൂ. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ ഞാൻ ഫസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് നമുക്ക് ക്യാഷ്വലായിട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഈ ഒരു കുർത്തിയാണ് ഞാൻ ഫസ്റ്റ് കാണിച്ചു തരുന്നത്. ഇത് നമുക്ക് പ്ലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു കുർത്തിയാണ് കേട്ടോ. നമുക്ക് ഏകദേശം ഒരു നീ ലെങ്ത് ആണ് ഇതിന്റെ ലെങ്ത് വന്നിട്ടുള്ളത്. ഇതിന്റെ ഫിറ്റിംഗ് ഒക്കെ ഞാൻ സൈറ്റിൽ കാണിക്കുമ്പോൾ, വീഡിയോ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. സോ ഇതിന്റെ നെക്ക് വന്നിട്ട് ഇങ്ങനെ ഒരു ആലിയ കട്ടിലാണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത്. സോ നെക്ക് വന്നിട്ട് ഇങ്ങനെ ഈ ഒരു വർക്കാണ്, ഈ ഒരു എന്താ പറയുക, ഒരു ഗ്ലാസ് അല്ല, ഒരു സീക്വൻസി ആ ഒരു വർക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്. വിത്ത് ത്രെഡ് ഇങ്ങനെ ബോർഡർ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഓക്കെ, നല്ല ഭംഗിയുണ്ട്, നല്ലൊരു പ്രിന്റ് കേട്ടോ, നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്രിന്റ്. ആ ഒരു കളർ കോമ്പിനേഷൻ ആണെങ്കിലും എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സോ ആ ഒരു ഓഫ് വൈറ്റ് അല്ലേ, ഒരു ക്രീമില് ഒരു റെഡും ഗ്രേയും ഗ്രീനും ഒക്കെ മിക്സ് ആയിട്ടുള്ള നല്ലൊരു കളർ കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ നമ്മളെ നെക്കിൻ്റെ അവിടെയുള്ള സെയിം തന്നെ നമ്മളെ സ്ലീവിൻ്റെ ഹാൻഡിലും വരുന്നുണ്ട്. നോർമൽ 3/4 സ്ലീവാണ് വന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ പ്ലീറ്റഡ് ആയിട്ടുള്ള ഒരു കുർത്തിയാണ്. സോ ആലിയ കട്ടിൽ ഇങ്ങനെ ഇങ്ങനെ ഉയി പോലെ വന്നിട്ട് ഇവിടെ ഫുൾ പ്ലീറ്റഡ് ആയിട്ട് ബാക്കിലും പ്ലീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് ഇട്ട് കഴിഞ്ഞപ്പോൾ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ കുർത്തി. ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് കോട്ടൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ പ്രൈസ് ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 374 രൂപയാണ് കേട്ടോ. 374 രൂപയാണ് ഈ ഒരു കുർത്തിക്ക് വന്നിട്ടുള്ളത്. സോ ആ ഒരു പ്രൈസിന് വേർത്താണ്. ആ ഒരു 300 സംതിങ്ങിന് എന്തുകൊണ്ട് വേർത്തായിട്ട് തോന്നി. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. വാഷ് ചെയ്താൽ കളർ ഇളക്കാൻ നരക്കാൻ ചുരുങ്ങിപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുള്ള മെറ്റീരിയൽ അല്ല, അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആണ്. പിന്നെ ഈ ഒരു എൻഡിലും ഈ ഒരു വർക്കൊക്കെ വരുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഈ ഒരു ലേസ് വർക്ക്, ഒരു ത്രെഡ് ഒരു വർക്ക് വരുമ്പോൾ നല്ല ഭംഗിയുണ്ട്. ടോട്ടലി എനിക്ക് ഇഷ്ടമായി. സോ ഇതാണ് നമ്മളെ ഫസ്റ്റത്തെ ആ ഒരു കുർത്തി. ഞാൻ കാണിച്ചു തരുന്ന ഫസ്റ്റത്തെ ഒരു ഡ്രസ്സ് വന്നിട്ട് ഇതാണ്. സോ നെക്സ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ഒരു ക്ലാസി ഡിസൈനറിൽ വന്നിട്ടുള്ള ഒരു ഒരു വെസ്റ്റേൺ കൈൻഡ് ഓഫ് ഒരു ടോപ്പാണ്. നല്ല ഭംഗി ഉണ്ടാവും. ജീൻസിന്റെ ഒരു ഓവർ സൈസ്ഡ് ഒരു ലൂസ് ഫിറ്റിൽ, റിലാക്സ്ഡ് ഫിറ്റിൽ വരുന്ന ജീൻസിന്റെ കൂടെ ഒക്കെ പെയർ ചെയ്യുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ പെയർ ചെയ്തിട്ടുള്ളതും നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഒരു ജീൻസിൻ്റെ കൂടെയാണ്. ആ ഒരു ജീൻസ് കൂടി ഞാൻ കാണിച്ചു തരാം. നെക്സ്റ്റ് അതാണ് കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതും നമ്മൾ മീഷോ തന്നെ വാങ്ങിച്ചിട്ടുള്ളതാണ്. ഇത് രണ്ടും കൂടി പെയർ ചെയ്ത് നോക്കുമ്പോൾ അടിപൊളിയായിട്ട് തോന്നി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു ടോപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ ഫീഡിങ് ഫ്രണ്ട്ലി ആണോ എന്ന് ചോദിച്ചാൽ ബട്ടൺസ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷെ ബട്ടൺസ് കുറച്ചിങ്ങനെ കയറിയിട്ട് ഒരു നെക്കിൻ്റെ ആ ഒരു രീതിയിലാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് എത്രത്തോളം കംഫർട്ടബിൾ ആണെന്ന് അറിയില്ല. ആ ഒരു ബട്ടൺസ് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നേ പറയാൻ പറ്റും കേട്ടോ. സോ സ്ലീവ് വന്നിട്ട് ഇങ്ങനെ ബലൂൺ സ്ലീവ്സ് ആണ്, ഇങ്ങനെ എലാസ്റ്റിക് ഒക്കെ വന്നിട്ടുള്ള ബലൂൺ സ്ലീവ്സ് ആണ് വന്നിട്ടുള്ളത്. ഇവിടെ ഇങ്ങനെ ഒരു ഫ്രില്ലായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. ആ ഒരു സെയിം തന്നെ നമ്മുടെ ഫ്രണ്ടിലും വന്നിട്ടുണ്ട്. ചെറുതായിട്ട് ഇങ്ങനെ പ്ലീറ്റഡ് ആയിട്ട് കുറച്ച് ഹൈ ആയിട്ട് ഇങ്ങനെ പ്ലീറ്റഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. സോ നീ ലെങ്ത് ഒന്നുമില്ല, പക്ഷെ നമുക്ക് നല്ല വൃത്തിയിൽ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ. സോ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട്, ഇതിൻ്റെ സൈസ് ഞാൻ പറയാം. ഞാൻ എടുത്തിട്ടുള്ളത് XXL ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 382 രൂപയാണ് കേട്ടോ. ഇതിൻ്റെ സൈസ് ഞാൻ എടുത്തിട്ടുള്ളത് XXL ആണ്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 382 റുപ്പീസാണ് ഈ ഒരു ടോപ്പിന് വന്നിട്ടുള്ളത്. ആ ഒരു പ്രൈസിന് വേർത്തായിട്ട് തോന്നുന്നു. ആ ഒരു സ്റ്റിച്ചിങ് ആണെങ്കിലും ടോട്ടലി ആ ഒരു അടിപൊളിയായിട്ട് തോന്നി. സോ ഇതും ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാണ്. ഞാൻ പറഞ്ഞല്ലോ എല്ലാം തന്നെ അടിപൊളിയാണ് ഞാൻ കാണിച്ചു തരുന്നത്. സോ ഇതാണ് നമ്മളെ നെക്സ്റ്റ് ഡ്രസ്സ്. ഓക്കെ, ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇത് വന്നിട്ട് റയോൺ അല്ല, ഇത് കോട്ടൺ മെറ്റീരിയൽ വരുന്നൊരു ടോപ്പാണ്. സോ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ അടുത്തത് കാണിച്ചു തരാം. അടുത്തത് ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മൾ ആ ഒരു പാൻറ്റാണ് കേട്ടോ. നമ്മൾ മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ള നല്ല ടോപ്പ് ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഒരു പാൻറ്റാണ്. സോ അടുത്തത് അത് കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരുന്നത് ഞാൻ പറഞ്ഞിട്ടുള്ള ആ ഒരു പാൻറ്റാണ്.
അടിപൊളി കേട്ടോ. ഞാൻ എന്താണോ പിക്ചറിൽ കണ്ട ഒരു സെയിം തന്നെയാണ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാണ്. നിങ്ങൾക്ക് ഇങ്ങനത്തെ ഈ ഒരു പ്രിന്റിൽ വരുന്ന പാൻസ് ഇഷ്ടമാണെങ്കിൽ, ഇതിൻ്റെ ലൈറ്റ് കളറും ഉണ്ട്, ഡാർക്കും ഉണ്ടായിരുന്നു, ലൈറ്റ് ഉണ്ടായിരുന്നു. ലൈറ്റ് സ്റ്റോക്ക് ഔട്ട് ആയിരുന്നു ഞാൻ വാങ്ങിക്കുന്ന സമയത്ത്. സോ എനിക്ക് ഇതാണ് കിട്ടിയിട്ടുള്ളത്. സോ ഇത് അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. ഈ ഒരു ഡാർക്ക് ബ്ലൂവിൽ ആ ഒരു ലൈറ്റ് ഷെയ്ഡിൽ ഇങ്ങനെ ഒരു ഹാർട്ട് പ്രിന്റ് ഒക്കെ വന്നിട്ട് നല്ല ഭംഗിയുണ്ട്. സോ ഇത് ഞാൻ എടുത്തിട്ടുള്ള സൈസ് പറഞ്ഞുതരാം. ഞാൻ 34 or 36 എങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ എടുത്തിട്ടുള്ളത് 34 ആണ്. 34 എനിക്ക് കറക്റ്റ് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു റിലാക്സ്ഡ് ഫിറ്റിലാണ് വന്നിട്ടുള്ളത്. ഞാൻ ഇപ്പോൾ കുറച്ചൊന്ന് മെലിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ 36 ഒന്നും ഞാനിപ്പോൾ 34ലേക്ക് കൂടുതൽ എല്ലാ പാൻസും ഞാനിപ്പോൾ ആദ്യം 36 ആയിരുന്നു, ഇപ്പോൾ 34ലേക്ക് ഞാൻ വന്നിട്ടുണ്ട്. സോ ഇതിൻ്റെ പ്രൈസ് ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 791 രൂപയ്ക്കാണ് കേട്ടോ ഈ ഒരു ജീൻ വാങ്ങിച്ചിട്ടുള്ളത്. സോ നമ്മൾ 500 സംതിങ്ങിനൊക്കെ ജീൻസ് വാങ്ങിക്കാറുണ്ട്. ഈ ഒരു പ്രൈസിന് ഇത് വേർത്താണ്. നമ്മൾ വാങ്ങിക്കുന്ന ആ ഒരു പ്രൈസിൻ്റെ ക്വാളിറ്റി ഞാൻ ഇതിന് മുന്നൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്, മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ള ജീൻസ്. സോ ആ ഒരു പ്രൈസിന് അത് വേർത്താണ്, ഈ ഒരു പ്രൈസിന് ഇത് വേർത്താണ്. ഈ ഒരു 791 രൂപയ്ക്ക് എനിക്ക് വേർത്തായിട്ട് തോന്നുന്നു, അടിപൊളിയായിട്ട് തോന്നുന്നു. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ എന്തായാലും 999 അല്ലെങ്കിൽ 700 എബോ 800 എബോ എന്തായാലും നമ്മളെ ജീൻസിൻ്റെ പ്രൈസൊക്കെ വരും. അതായത് നമ്മളൊരു ഹൈ വേസ്റ്റ് ആ ഒരു റിലാക്സ്ഡ് സ്ട്രെയിറ്റ് ഫിറ്റിൽ വരുന്ന ജീൻസൊക്കെ ആകുമ്പോൾ കറണ്ട് പോയി തീർച്ചയായിട്ടും ഉണ്ടാവും. സോ ഇതെനിക്ക് ബോത്തായിട്ട് തോന്നി. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ആ ഫിറ്റിംഗ്, മെറ്റീരിയൽ ക്വാളിറ്റി എല്ലാം, സിബ് ക്വാളിറ്റി, സിബൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് തോന്നി കേട്ടോ. നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. 2 പോക്കറ്റ്, ബാക്കിൽ 2 പോക്കറ്റ്, എവറിത്തിങ് ഈസ് ഗുഡ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. സോ ഇതാണ് നമ്മളെ നെക്സ്റ്റ് ഡ്രസ്സ് ഞാൻ കാണിച്ചു തന്നിട്ടുള്ളത്, ഈ ഒരു ബോട്ടാണ്. സോ ഞാൻ അടുത്തത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ഒരു കുർത്തി സെറ്റാണ് കേട്ടോ. അത് ഞാൻ കുറേ ആയി വാങ്ങിക്കണമെന്ന് വിചാരിക്കുന്നു ഈ ഒരു സെറ്റ്. അങ്ങനെ ഫൈനലി ഞാനിത് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ എന്താണോ പിക്ചറിൽ കണ്ടത് ആ ഒരു സെയിം തന്നെയാണോ എന്ന് ചോദിച്ചാൽ അല്ല, ചെറിയൊരു കളറിൽ വ്യത്യാസം വരുന്നുണ്ട്. ചെറുതായിട്ട് ആ ഒരു പ്രിന്റിൽ ചെറുതായിട്ടൊരു വ്യത്യാസം തോന്നുന്നു എനിക്ക്. ആൻഡ് സ്ലീവിൻ്റെ ലെങ്ത് ഇതൊക്കെ വ്യത്യാസമുണ്ട്. സ്ലീവിൻ്റെ ലെങ്ത് പക്ഷെ നന്നായിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് അതിൽ ഷോർട്ട് സ്ലീവാണ് കാണിച്ചിട്ടുള്ളത് പിക്ചറിൽ. പക്ഷെ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുള്ളത് ഇത് കുറച്ചുകൂടി ഒരു 3/4 സ്ലീവിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് അടിപൊളിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആൻഡ് ഓൾസോ ഇത് ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സെറ്റാണ് കേട്ടോ. അതുകൊണ്ട് ഒരുപാട് പേര് നമ്മളോട് ചോദിക്കാറുണ്ട് ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡ്രസ്സസ് ട്രൈ ചെയ്യുമോ, അതുകൂടി ഒന്ന് ഇൻക്ലൂഡ് ചെയ്യുമെന്ന്. സോ ഇത് എനിക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട്, കാരണം ഞാനും ഇപ്പോൾ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഉമ്മയാണ്. സോ ഇത് ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കുർത്തി സെറ്റാണ്. എനിക്കും അടിപൊളിയായിട്ട് തോന്നി. നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ. അടിപൊളിയാണ്, സ്റ്റാൻഡേർഡ് ആണ്. സോ ഇതിനൊരു വൈറ്റ് പലൗസ, ആ ഒരു സ്ട്രെയിറ്റ് ഫിറ്റിൽ വരുന്ന ഒരു പ്ലെയിൻ പാൻ്റാണ് വന്നിട്ടുള്ളത്. ടോപ്പ് വന്നിട്ട് ഇങ്ങനെ റൗണ്ട് നെക്കാണ്, ഇങ്ങനെ റൗണ്ട് നെക്കാണ്. ഞാൻ പറഞ്ഞല്ലോ ഇവിടെ നമുക്ക് ബട്ടൺസ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നല്ല നീറ്റ് ആയിട്ടുള്ള, നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ബട്ടൺസ് ഒക്കെ കേട്ടോ. പിന്നെ ഫ്രണ്ടിൽ പ്ലീറ്റഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ബാക്കിലും ഫ്രണ്ടിൽ ഇങ്ങനെ പ്ലീറ്റഡ് ആയിട്ടുള്ള ഒരു കുർത്തിയാണ്. പിന്നെ നോർമൽ 3/4 സ്ലീവാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ പാൻറ് വന്നിട്ട് നോർമൽ ലെങ്ത് കാര്യങ്ങളൊക്കെ സൈഡിൽ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഇതിൻ്റെ പാൻറ് വന്നിട്ട് ഇങ്ങനെ പലോസ നോർമൽ വൈറ്റ്, അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഒരു പാൻ്റാണ്. സോ ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് കോട്ടൺ മെറ്റീരിയൽ ആണ് വരുന്നത്. ഇത് ഞാൻ എടുത്തിട്ടുള്ള സൈസ് വന്നിട്ട് XL ആണ്. XL എനിക്ക് കറക്റ്റ് ഫിറ്റിലാണ് വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ വാഷ് ചെയ്താൽ ചെറുതായിട്ടൊന്ന് ചുരുങ്ങാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇത് കോട്ടൺ ആണ്, നമുക്കറിയാം ഭയങ്കരമായിട്ട് ചുരുങ്ങി പോകുന്നൊന്നല്ല കേട്ടോ. നോർമലി നമ്മളൊരു കോട്ടൺ ഡ്രസ്സസ് ഒക്കെ വാങ്ങുമ്പോൾ നമുക്കൊന്ന് ചുരുങ്ങാനുള്ള ചാൻസ് ഉണ്ട്. സോ XL എനിക്ക് കറക്റ്റ് ഫിറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ ഞാൻ അപ്പോൾ കുറച്ച് മെലിഞ്ഞിട്ടുണ്ട്. സോ XL എനിക്ക് കറക്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 520. അപ്പോൾ നിങ്ങൾ സൈസ് അത് നോക്കിയെടുക്കാം കേട്ടോ. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 521 രൂപയാണ്. ആ ഒരു പ്രൈസിന് എന്തുകൊണ്ട് വേർത്താണ്, സെറ്റ് ആയിട്ടല്ലേ വരുന്നത്. ആ ഒരു പ്രൈസിന് എന്തുകൊണ്ട് വേർത്താണ്. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ആ ഒരു ക്വാളിറ്റി, ആ ഒരു സ്റ്റാൻഡേർഡ് കാര്യങ്ങളൊക്കെ ഇതിന് വരുന്നുണ്ട്. സോ ഇതാണ് നമ്മളെ അടുത്ത ഡ്രസ്, അടുത്ത ഒരു സെറ്റാണ് കാണിച്ചു തന്നിട്ടുള്ളത്. സോ നെക്സ്റ്റ് കാണിച്ചു തരാം. അടുത്തത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് എഗെയിൻ ഒരു കുർത്തി സെറ്റാണ് കാണിച്ചു തരുന്നത്. ഇതേപോലത്തെ ഒരു ഗ്രീൻ ആൻഡ് വൈറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ചിലർക്കെങ്കിലും കണ്ടത് ഓർമ്മ ഉണ്ടെന്ന് വിചാരിക്കുന്നു. സോ പക്ഷേ ഇത് നമുക്ക് കിട്ടിയിട്ടുള്ളത് ആ ഒരു സെറ്റ് സെയിം തന്നെ കളർ ചേഞ്ചിലാണ് വരുന്നതെങ്കിലും അതും ഡിഫറൻസ് വരുന്നുണ്ട്. അതായത് ഇത് കുറച്ചുകൂടി ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. ഓൾസോ ഇതിൻ്റെ സ്ലീവ് വന്നിട്ട് ഷോർട്ട് സ്ലീവ്സ് ആണ്. അപ്പോൾ എല്ലാവരും ഷോർട്ട് സ്ലീവ്സ് ഇടുന്ന ആൾക്കാരായിരിക്കില്ല. പക്ഷേ ഇത് വന്നിട്ട് 3/4 സ്ലീവിൽ കുറച്ചുകൂടി ലെങ്ത്തിലാണ് സ്ലീവ് വന്നിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഇത് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സെറ്റാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നെക്ക് വന്നിട്ട് റൗണ്ട് നെക്കാണ്. ഇങ്ങനെ ഒരു വൈറ്റ് ഇങ്ങനെ എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുണ്ട്. എംബ്രോയ്ഡറി വർക്ക് അല്ല, ഒരു ലേസ് വർക്ക് വന്നിട്ടുണ്ട്.
സോ സെയിം തന്നെ സ്ലീവിൻ്റെ എൻഡിലും സ്ലീവിൻ്റെ എൻഡിൽ ഒരു വൈറ്റ് ജസ്റ്റ് ഇങ്ങനെ ഒരു ക്ലോത്ത് അങ്ങനെ വന്നിട്ടുള്ളത്. ജസ്റ്റ് ഇങ്ങനെ ഒരു ഫോൾഡ് ചെയ്ത മാതിരിയുള്ള ഒരു 3/4 സ്ലീവ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ ജസ്റ്റ് കാണുമ്പോൾ മനസ്സിലാവല്ലോ അല്ലേ. ഓക്കെ, ഫുള്ളി ഈ ഒരു പ്രിൻ്റാണ് വരുന്നത്. പ്ലീറ്റഡ് ആയിട്ടുള്ള ഒരു കുർത്തിയാണ്. ബാക്കിലും പ്ലീറ്റ്സ് വരുന്നുണ്ട്. സോ ലെങ്ത്ത് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് കാണുമ്പോൾ മനസ്സിലാവും. അത്യാവശ്യം ലെങ്ത് ഉണ്ട്. ഏകദേശം ഒരു കാഫ് ലെങ്ത്ത് വരുന്നുണ്ട്. കാണുമ്പോൾ മനസ്സിലാവും. സോ ഈ ഒരു താഴെയും ഈ ഒരു സംഭവം വരുന്നുണ്ട്. ഈ ഒരു എൻഡിലും ഈ ഒരു ആ ഒരു ലേസ് വർക്ക് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ പാൻറ്, അതാണ് എടുത്തു പറയേണ്ടത്. പാൻറ് വന്നിട്ട് വിത്ത് എംബ്രോയ്ഡറി വർക്ക്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ്. പിന്നെ നമ്മൾ അന്ന് കാണിച്ച ആ ഒരു സെറ്റിന് ഒരു ഭാഗത്ത് ഒരു സൈഡിൽ മാത്രമേ ഈ ഒരു എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുള്ളൂ. ബട്ട് ഇതിന് രണ്ട് കാലിൻ്റെ ഭാഗത്തും എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. സോ അടിപൊളിയായിട്ട് തോന്നി. ഇതും നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. സോ ഈ ഒരു സെറ്റ് ഞാൻ എടുത്തിട്ടുള്ള സൈസ് വന്നിട്ട് XXL ആണ്. XXL എനിക്ക് കറക്റ്റ് ഫിറ്റിലാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ പ്രൈസ് ഞാൻ എടുത്തിട്ടുള്ളത് 400 സംതിങ്. യെസ്, ഇതിൻ്റെ കറക്റ്റ് റേറ്റ് പറയുകയാണെങ്കിൽ 476 റുപ്പീസാണ് കേട്ടോ ഈ ഒരു സെറ്റിന് വന്നിട്ടുള്ളത്. ആ ഒരു 400 സംതിങ്ങിന് എന്തുകൊണ്ടും വേർത്താണ്. നിങ്ങൾ പെട്ടെന്ന് തന്നെ പോയിട്ട് വാങ്ങിച്ചോ, കണ്ണു പൂട്ടി വാങ്ങിച്ചോ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും. പിക്ചർ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും. അടിപൊളിയാണ്. സോ നല്ല കംഫർട്ടബിൾ ആയിട്ട് വേറെ കേട്ടോ. അപ്പോൾ അടുത്തത് കാണിച്ചു തരാം. നെക്സ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് എഗെയിൻ ഒരു ബ്ലാക്ക് ഒരു വെസ്റ്റേൺ കൈൻഡ് ഓഫ് ഒരു ടോപ്പാണ്. ഇത് കാണിച്ചു തരാം. ഇത് ഒരു അടിപൊളിയായിട്ട് എനിക്ക് തോന്നി. പിക്ചറിൽ കണ്ട് എനിക്ക് സംഭവം ഇഷ്ടമായിട്ടാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത്. ഇതെൻ്റെ കയ്യിൽ കിട്ടിയിട്ടുള്ളതും എന്താണ് പിക്ചറിൽ കണ്ടത് ഒരു സെയിം തന്നെയാണ് കയ്യിൽ കിട്ടിയിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ട് കാണാൻ വേണ്ടിയിട്ട് ക്ലിയർ പോകുന്ന പോലെ കറണ്ട് പോയിനല്ലോ ഇടയിൽ അല്ലേ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നെക്ക് വന്നിട്ട് ഇങ്ങനെ ഒരു ഹൈ നെക്കായിട്ടാണ് വന്നിട്ടുള്ളത്. വിത്ത് ഇതിനൊരു ബെൽറ്റ് വരുന്നുണ്ട്. പക്ഷേ എനിക്ക് ബെൽറ്റ് ഇട്ടിട്ട് സ്റ്റൈൽ ചെയ്യാൻ ഇഷ്ടമില്ലാത്തതിനോട് ഞാൻ ബെൽറ്റ് ഇടാതെയാണ് കേട്ടോ ഇത് സ്റ്റൈൽ ചെയ്തിട്ടുള്ളത്. അതായിരിക്കും കുറച്ചുകൂടി കംഫർട്ടബിൾ, കുറച്ചുകൂടി അടിപൊളി. പിന്നെ ഇതിന് ഇലാസ്റ്റിക് ബലൂൺ സ്ലീവ്സ് ആണ് വന്നിട്ടുള്ളത്. ഇങ്ങനെ എൻ്റെ ഇലാസ്റ്റിക് ഒക്കെ വന്നിട്ടുണ്ട്. ചെറുതായിട്ട് പ്ലീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ടോപ്പാണ്. പിന്നെ ബെൽറ്റ് ഇടുന്നവരാണെങ്കിൽ അതിനുള്ള ഇങ്ങനെ ഹുക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ ഇതിൻ്റെ ലെങ്ത്ത് വന്നിട്ട് ഏകദേശം ഒരു നീ ലെങ്ത്ത് വരുന്ന ഒരു ടോപ്പാണ്. ഇങ്ങനെ ഫ്രില്ല് പോലെ അടിയിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു ഫ്രോക്ക് ടൈപ്പിൽ വരുന്ന ഒരു വെസ്റ്റേൺ കൈൻഡ് ഓഫ് ഒരു ടോപ്പാണ്. ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് ക്രേപ്പ് മെറ്റീരിയലാണ് കേട്ടോ. ഇതിൻ്റെ ഇതിൻ്റെ പ്രൈസും സൈസും ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ സൈസ് ഞാൻ എടുത്തിട്ടുള്ളത് XXL ആണ്. XXL എനിക്ക് കറക്റ്റ് ഫിറ്റിലാണ് വന്നിട്ടുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ക്രേപ്പ് മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് നരയ്ക്കുക കളറൊക്കെ ചുരുങ്ങിപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് വെറും 298 രൂപയ്ക്കാണ് ഈ ഒരു ടോപ്പ് വാങ്ങിച്ചിട്ടുള്ളത്. 298 രൂപയ്ക്ക് ഈ ഒരു ടോപ്പ് എന്തുകൊണ്ടും വേർത്താണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്തൊക്കെ ഈ ഒരു വെസ്റ്റേൺ കൈൻഡ് ഓഫ് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ടോപ്പായിട്ട് എനിക്ക് തോന്നി. ഈ സ്റ്റൈൽ ചെയ്ത് നോക്കുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഓക്കെ, അപ്പോൾ ഇത് അടിപൊളിയാണ്. ആ 298 രൂപയ്ക്ക് എന്തുകൊണ്ടും വേർത്താണ്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അടുത്തത് കാണിച്ചു തരാം. കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ഒരു ഗ്രീൻ കളറിൽ വരുന്ന ഒരു ഒലീവ് ഗ്രീൻ കളറിൽ വരുന്ന ഈ ഒരു ടോപ്പാണ്. അപ്പോൾ ഇത് ഞാൻ കുറേ ആയി വാങ്ങിക്കണമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നേ. എന്തായിരിക്കും ഇതിൻ്റെ ഒരു അവസ്ഥ എനിക്ക് വലിയ ഐഡിയ ഇല്ലായിരുന്നു. സോ കയ്യിൽ കിട്ടി. ഇതിൻ്റെ മെറ്റീരിയൽ ആദ്യം തന്നെ പറയാം. നല്ല മെറ്റീരിയൽ കേട്ടോ. നമ്മൾ ഒരു ലിനൻ കോട്ടൺ മെറ്റീരിയൽ, ലിനൻ മിക്സ് ആയിട്ടുള്ള ഒരു കോട്ടൺ മെറ്റീരിയൽ അല്ലേ, അതാണ് കേട്ടോ. നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. പിന്നെ ഇതിൻ്റെ ഒരു കാര്യം എടുത്തു പറയാനുള്ളത് ഇതിൻ്റെ സ്ലീവ് ആണ്. ഇതിൻ്റെ സ്ലീവ് വന്നിട്ട് ഇങ്ങനെ ഷോർട്ട് സ്ലീവ് ആണ് വരുന്നത്. എന്നിട്ട് ഒരു എൽബോ വരെ വരുന്നുണ്ടാവും കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ആ ഒരു കട്ടിങ് ഇങ്ങനെ പോകുന്ന ഒരു കൈൻഡ് ഓഫ് സ്ലീവ് ആണ് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇത് കുറച്ച് ലൂസായിട്ടായിരിക്കും ഈ ഒരു സ്ലീവ് വരിക. എൻ്റെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത പോലെ അങ്ങനെയാണ് ഇതിൻ്റെ സ്ലീവ് വരിക. നമുക്കൊരു ഇന്നർ എന്തായാലും ഇട്ട് കൊടുക്കാം. ഇന്നർ ഇട്ടെന്ന് വിചാരിച്ച് ബോറാവുന്ന ഒരു സ്ലീവ് അല്ല. ചിലത് നമുക്ക് ഷോർട്ട് സ്ലീവ് ഇടുമ്പോൾ അതിൻ്റെ കൂടെ ഇന്നർ ഇട്ടാൽ ബോറാവും. ബട്ട് ഇത് നമുക്ക് അങ്ങനെയല്ല. ഇന്നർ ഇട്ട് കഴിഞ്ഞാലും കുഴപ്പമില്ല. സ്റ്റാൻഡേർഡായിട്ട് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ടോപ്പാണ്. ഇതും ഒരു വെസ്റ്റേൺ കൈൻഡ് ഓഫ് ഒരു ടോപ്പാണ്. സോ ഇത് ഫീഡിങ് ഫ്രണ്ട്ലി അല്ല കേട്ടോ. ഇതിന് ബട്ടൺസ് ജസ്റ്റ് ഷോ ബട്ടൺ ആയിട്ട് താഴെ വരെ ബട്ടൺസ് വരുന്നുണ്ട്. ഇങ്ങനെ ജസ്റ്റ് പ്ലീറ്റഡ് ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇത് ഫീഡിങ് ഫ്രണ്ട്ലി അല്ല. പിന്നെ കോളർ വന്നിട്ടുണ്ട്. ജസ്റ്റ് ഭയങ്കര സീത്രൂ മെറ്റീരിയൽ ഒന്നല്ല കേട്ടോ. ഇങ്ങനെ കാണുമ്പോൾ നോക്കണ്ട. ജസ്റ്റ് ഭയങ്കര സീത്രൂ മെറ്റീരിയൽ ഒന്നല്ല. അടിപൊളിയാണ്. എനിക്ക് ഇതിൻ്റെ ഒരു പാറ്റേൺ വൈസ് ഒക്കെ നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. നല്ല ഭംഗിയുണ്ട്. സ്റ്റിച്ചിങ് അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. ഒരു സ്ലീവിൻ്റെ ഭാഗമാണെങ്കിലും പിന്നെ ഇതിൻ്റെ സ്ലിറ്റൊക്കെ വന്നിട്ട് താഴോട്ട് രണ്ട് ഭാഗത്തും ഓപ്പൺ കുറച്ച് ഷോർട്ടായി ഇങ്ങനെ താഴോട്ടേക്കാണ് വന്നിട്ടുള്ളത്.
പിന്നെ ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് ജസ്റ്റ് ഇങ്ങനെ ഒരു പ്ലീറ്റ്സ് ആയിട്ടൊക്കെ വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഒരു സ്റ്റിച്ചിങ് എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല ഫിനിഷിംഗ് ഉണ്ട്, നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ടോപ്പാണ്, നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. സോ ഇത് ഞാൻ എടുത്തിട്ടുള്ള സൈസ് ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ സൈസ് വന്നിട്ട് കണ്ടുവന്നു. ഇതിൻ്റെ സൈസ് വന്നിട്ട് പ്രൈസാണ് പറയുന്നത്. ഇതിൻ്റെ സൈസ് വന്നിട്ട് XXL ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആ ഒരു സൈസ് എനിക്ക് കറക്റ്റ് ഫിറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 475 രൂപയാണ് ഈ ഒരു ടോപ്പിന് വന്നിട്ടുള്ളത്. ആ ഒരു പ്രൈസിന് ഉണ്ട് കേട്ടോ ഈ ഒരു ടോപ്പ്. ആ ഒരു പ്രൈസിന് വർത്തായിട്ട് തോന്നും. മെറ്റീരിയൽ ക്വാളിറ്റി പിന്നെ അതിൻ്റെ ഒരു സ്റ്റിച്ചിങ് എല്ലാം വെച്ച് നോക്കുമ്പോൾ ആ ഒരു പ്രൈസിന് എന്തുകൊണ്ട് വർത്തായിട്ടുള്ള ഒരു ഡ്രസ്സാണ്, ഒരു ടോപ്പാണ്, ഒരു വെസ്റ്റേൺ കൈൻഡ് ഓഫ് ഒരു ടോപ്പാണ് ഇത്. സോ 475 രൂപയ്ക്ക് എന്തുകൊണ്ട് വർത്താണ്. എന്തെങ്കിലും ഇപ്പോഴത്തെ പ്രൈസ് നോക്കട്ടെ. 475 കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട്. 465 രൂപയാണ് ഇപ്പം ഞാൻ നോക്കുമ്പോൾ. ഓക്കെ, ഞാൻ വാങ്ങിയിട്ടുള്ളത് 475, ബട്ട് ഇപ്പം നോക്കുമ്പോൾ അത് 465 ആയിട്ടുണ്ട്. സോ എന്തായാലും ഇനിയും നിങ്ങൾ വാങ്ങിക്കുമ്പോൾ കുറച്ചുകൂടി കുറയട്ടെ എന്ന് വിചാരിക്കുന്നു. സോ ഇതാണ് നമ്മളെ അടുത്ത ഡ്രസ്സ്. അപ്പം നിങ്ങൾ ഇതും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമാവുകയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത്രയും വെസ്റ്റേൺ ടോപ്സ് കാണിച്ചു, സെറ്റ്സ് കാണിച്ചു, ഒരു ബോട്ടം, അങ്ങനെയാണ് കാണിച്ചിട്ടുള്ളത്. ഡ്രസ്സിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടതൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം. അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള ഡ്രസ്സുകളാണ് കാണിച്ചു തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ട് എല്ലാവർക്കും തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക കേട്ടോ. പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, അപ്പോൾ അവർക്കും വാങ്ങിക്കാമല്ലോ. ഓക്കെ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യുക. എന്നാലും ഞാൻ എപ്പോഴും വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഇത്രയുള്ള വീഡിയോസ്. സീ യു ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ടേക്ക് കെയർ. ബൈ.